വണ്ടി പഞ്ചറായിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു സൈഡിൽ 39, 34, 40, 10. അപ്പം ആ 10 കിടക്കുന്നത് വണ്ടിയുടെ ഫ്ലാറ്റ് ടയറാണ്. അതായത് ആ PSI ഒരു 20 താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ടയറാണെന്നാണ് അർത്ഥം. അപ്പോൾ അതിനുശേഷം വണ്ടി അധികം ഓടിക്കാതിരിക്കുക. ഓടിക്കഴിഞ്ഞാൽ അകത്ത് ടയർ ചൂടായി പൊട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ അതിനായിട്ട് വന്നേക്കുന്നത് ഇന്നലെ വൈകിട്ട് ഈ വണ്ടിയുടെ എയർ കുറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ഡിസ്കവറി ഗാർഡനിലുള്ള ഈ ഓട്ടോ പ്രോയുടെ ഫ്രണ്ടിൽ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ റൂമിൽ പോയതാണ്. ഞാൻ താമസിക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പം ഇവിടെ നിന്ന് ഞാനിപ്പോൾ ജസ്റ്റ് വണ്ടി എടുത്തുകൊണ്ട് വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ വണ്ടി ഇതുപോലെ പഞ്ചറാകുന്നത്. അപ്പം ഞാൻ ഈ പഞ്ചറായതിനു ശേഷം ഇന്നലെ ഞാൻ ഓൺലൈനായിട്ട് പല ഈ പഞ്ചർ വർക്കുകളെയും കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവരൊക്കെ 100 ദിർഹംസ് മുതൽ 150 ദിർഹംസ് വരെയാണ് നമ്മുടെ സൈറ്റിൽ വന്ന് പഞ്ചർ ഒട്ടിക്കുന്നതിന് വേണ്ടി പറഞ്ഞത്. അപ്പം ഞാൻ നേരെ നമ്മുടെ ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ ഇങ്ങനെ തപ്പിയപ്പോഴാണ് നമ്മുടെ ഈ ഓട്ടോ പ്രോ നമ്മുടെ എൻ്റെ ഇതിൽ വരുന്നതും. ഞാൻ അങ്ങനെ ഓട്ടോ പ്രോയുടെ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇന്നലെ വൈകിട്ട് റൂമിൽ പോയി രാവിലെ വണ്ടിയായിട്ട് എടുത്ത് കൊണ്ടുവന്നതാണ് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് കഴിഞ്ഞ് കഴിയുമ്പോൾ അറിയാം എത്രയാകുമോ എന്നുള്ളത്. സാധാരണ നമ്മളൊരു 32 മുതൽ 34 വരെയാണ് നമ്മുടെ ടയറിൻ്റെ പ്രഷർ വേണ്ടത്. ഇപ്പം നമ്മൾ ഈ വാല്യൂ കൂടി കാണിക്കുന്നത് ഇപ്പോൾ ടയർ പഞ്ചർ ഒട്ടിച്ച് 4 സൈഡിൽ കാറ്റടിച്ചത് തൊട്ടു. ഇനി അന്ന് ഓടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ വാല്യൂ ഒക്കെ വണ്ടി ഡിറ്റക്റ്റ് ചെയ്ത് ആ വാല്യൂ കറക്റ്റാക്കത്തുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ വണ്ടിയിലൂടെ സേവ് ആകും. പിന്നീട് കാറ്റ് കുറയുന്ന സമയത്ത് നമ്മൾ നോട്ടിഫൈ ചെയ്യും. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ എനിക്കായത് ആകെ 32 ദിർഹംസ് മാത്രമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ വണ്ടി പഞ്ചറാകുകയോ എന്തെല്ലാം പറ്റിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യുക. ഓൺലൈനുള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ 100-ന് മേളിലായിരിക്കും അവരുടെ